ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് പുതിയൊരു പലഹാരം ഉണ്ടാക്കിയാലോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചെറുപയറും ചീരയും മൈദയും വെച്ചിട്ടൊരു അടിപൊളി പലഹാരമാണ്. അതിനുവേണ്ടി ഒരു കപ്പ് ചെറുപയർ ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കുക്കറിലേക്കിട്ട് വേവിക്കുകയാണ്. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു ബാറ്റർ തയ്യാറാക്കുന്നത്. അതിലേക്ക് നമുക്കൊരു കപ്പ് മൈദ ഇടാം. ശേഷം 2 സ്പൂണ് അരിപ്പൊടിയും കുറച്ച് ചീര അരിഞ്ഞതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും 1 സ്പൂണ് ചെറിയ ജീരകവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അധികം വെള്ളം ചേർക്കരുത്. ഒരു കട്ടിയുള്ള ബാറ്ററാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ഇതിലേക്ക് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കൊരു ഇത്തിരി കൂടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്നുകൂടി ബാറ്റർ ലൂസാക്കാം. ഇതുപോലുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അടുത്തതായി നമ്മുടെ ചെറുപയർ നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞതിന് നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കുറച്ച് ഏലക്കപ്പൊടിയും ഇട്ട് നമ്മൾ ഒരു അരമുറി തേങ്ങ ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കതും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. വേവിച്ച് വെച്ച ചെറുപയറും കൂടി അതിലേക്ക് ചേർക്കാം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നമ്മുടെ മസാല ഇപ്പോൾ നെയ്യിലൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ മിക്സായി കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വെച്ച് ചൂടാറിയതിന് ശേഷം മാത്രം ഇങ്ങനെ ഉരുളകളാക്കിയെടുക്കാം. ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. നമ്മൾ ഉരുട്ടി വെച്ച ഉരുളകളൊക്കെ വെളിച്ചെണ്ണ ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഒരു പാൻ അടുത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഇത് ഓരോന്ന് ഈ ഉരുളകൾ ഇതിലേക്കിടാം. പച്ചച്ചീര ഇതിലേക്ക് ചേർത്തത് കൊണ്ട് നമ്മളുടെ സുഖിയാന് നല്ല രീതിയിൽ ഒരു കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഇങ്ങനെ മറിച്ചിടാം. ഒരു ഭാഗം ഏകദേശം വന്നിട്ടുണ്ട്, അടുത്ത ഭാഗം മറിച്ചിട്ട് വേവിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി പലഹാരമാണിത്. ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് ചീര, മൈദ, ചെറുപയർ, ശർക്കര, തേങ്ങ എന്നിവയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ചെറുപയറും ചീരയും ചേർത്ത് ഈ പലഹാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഏകദേശം നമ്മുടെ പലഹാരം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണ വാർത്തതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് കോരിയെടുക്കാം. ചീരയുടെ പച്ച കളറ് നല്ല രീതിയിൽ തന്നെ ഒരു കാഴ്ചക്കൊരു ഭംഗി തോന്നുന്നുണ്ട്. ഇതൊക്കെ നമുക്കിങ്ങനെ കോരിയെടുത്ത് കട്ടൻ ചായയും കാച്ചി നമുക്ക് ഈ സുഖിയാന് ഒന്ന് കഴിക്കാം. കുറച്ച് സോസും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.